Hi guys, welcome to my new video. I'm Dr. Cheryl. നമുക്കിന്ന് ഡാർക്ക് ലിപ്സിനെ കുറിച്ച് സംസാരിക്കാം. സോ ഡാർക്ക് ലിപ്സ് ആണ് പെണ്ണ് വ്യത്യാസം ഇല്ലാതെ എല്ലാരെയും ബോധർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കോസസ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഡാർക്ക് ലിപ്സ് ആണ്, അതേപോലെ നമ്മുടെ സ്കിൻ ടോൺ ഡാർക്ക് ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് ഡാർക്കർ ലിപ്സ് ആയിരിക്കാം. പിന്നെ നമ്മൾ വളരെ ഹോട്ട് ഫുഡ്സ് കൺസ്യൂം ചെയ്യുകയും അതേപോലെ സ്മോക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ലിപ്സ് ഡാർക്ക് ആകും. പിന്നെ പ്രഗ്നൻസി, ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, വൈറ്റമിൻ ഡി ആൻഡ് B12 ഡെഫിഷ്യൻസി, ഇതെല്ലാം ഡാർക്ക് ലിപ്സിന് കാരണമാകുന്നു. ഒത്തിരി സൺ എക്സ്പോഷറും വേറൊരു റീസൺ ആണ് ഡാർക്ക് ലിപ്സ് ഉണ്ടാകാനായിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഹാബിറ്റ് ഉണ്ട് പലർക്കും, നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ലിപ്സ് ഡ്രൈ ആകുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലിക്ക് ചെയ്ത് കൊടുക്കും. സോ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിപ്സിനെ ഡാർക്ക് ആക്കും. കാരണം ഇതിനകത്ത് നമ്മുടെ സലൈവയില് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് നമ്മുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ചെയ്ത് അത് ഹീൽ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലിപ്സ് പിഗ്മെന്റഡ് ആകുന്നു. സോ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സ്മോക്കിംഗ്, ലിപ്സ് ഇങ്ങനെ ലിക്ക് ചെയ്യുന്നത്, അതേപോലെ ഹോട്ട് ഫുഡ്സ് ഒരു ഇച്ചിരി കൂടെയൊക്കെ തണുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിന്റെ പിഗ്മെന്റേഷൻ കുറേയൊക്കെ കുറയ്ക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ലിപ് പ്രോഡക്ട്സ്, മേക്കപ്പ് പ്രോഡക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ലിക്വിഡ് മാറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആളുകളിൽ പൊതുവേ ലിപ്സ് ഡാർക്കർ ആകുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് അധികം പിഗ്മെന്റഡ് ആകത്തില്ല ഇൻ ദ ലോങ് റൺ. പിന്നെ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളൊരു പ്രോപ്പർ ലിപ്പ് റൂട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെയും വൈകിട്ടും നമ്മൾ ഒരു പ്രോപ്പർ ലിപ്പ് റൂട്ടീൻ ഉണ്ടാക്കി അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറെ എക്സ്റ്റെൻഡ് വരെ നമ്മുടെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറി കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, രാവിലെ എണ്ണിച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഈ ടൂത്ത് പേസ്റ്റിലുള്ള മെന്തോൾ നമ്മുടെ ലിപ്സിനെ ഡാർക്ക് ആക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ്. സോ അതുകൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ ഫേസ് ഫുൾ ഇൻക്ലൂഡിങ് ദ ലിപ്സ് നന്നായിട്ടൊരു മൈൽഡ് ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്ത് കൊടുക്കുക. സോ അത് നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ ലിപ് പിഗ്മെന്റേഷൻ മാറി കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് ഒരു ലിപ് ബാം, വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ് ബാംസ് ഞാൻ കുറച്ച് റെക്കമെൻഡേഷൻസ് പറയാം. സോ അത് നമ്മൾ രാവിലെയും വൈകിട്ടും നന്നായിട്ട് യൂസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എത്രത്തോളം ലിപ്സിനെ കെയർ ചെയ്താലും ട്രീറ്റ്മെന്റ് എടുത്താലും നമ്മുടെ സ്കിൻ കളർ ഡാർക്ക് ആണ്, അല്ലെങ്കിൽ ജനറ്റിക്കലി നമുക്ക് ഡാർക്ക് ലിപ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ മാത്രമേ അതിന്റെ പിഗ്മെന്റേഷൻ മാറ്റാൻ കഴിയുകയുള്ളൂ. അതേസമയം ഹോർമോണൽ ഇംബാലൻസ്, പ്രഗ്നൻസി, സ്മോക്കിംഗ്, ചൂട് ഫുഡ് എടുക്കുന്നത്, സൺ എക്സ്പോഷർ, ഇതൊക്കെ കാരണം ഉണ്ടാവുന്ന ഡാർക്ക് ലിപ്സ് ട്രീറ്റ് ചെയ്ത് ഒരു പിങ്ക് ലിപ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് എന്റെ ഭാഗത്തു നിന്നുള്ള ഫ്രം എ ഡോക്ടേഴ്സ് വ്യൂ പോയിന്റ്. നമുക്ക് ലിപ് ബാംസ്, സെബാമെഡിന്റെ ലിപ് ബാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ഫുളിന്റെയും മിനിമലിസ്റ്റിന്റെയും ലിപ് ബാംസ് നല്ലതാണ്. അത് ഞാൻ ഇവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മൾ ലിപ്സ് എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലിപ് കെയറിന്റെ ഒരു പാർട്ടായിരിക്കണം. പക്ഷെ അതൊരിക്കലും ലിപ് സ്ക്രബ്സ് യൂസ് ചെയ്യരുത്. ഇൻ ദ മാർക്കറ്റ് ഒത്തിരി ലിപ് സ്ക്രബ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഈ ലിപ് സ്ക്രബ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ അബറേഷൻസ് വന്നിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ അബറേഷൻസ് ഹീൽ ചെയ്യുമ്പോൾ വീണ്ടും ലിപ്സ് പിഗ്മെന്റഡ് ആകും. അതൊരു തൽക്കാലം സ്റ്റെയിനിങ് മാത്രമേ തരുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ലിപ്പ് എക്സ്ഫോളിയേഷന് വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ ഞാൻ താഴെ പറയുന്നതാണ്. കോസാറെക്സിന് ഒരു ലിപ് പ്ലംബ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് കെമിക്കലി വർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് ഇസ് നോട്ട് ഫിസിക്കൽ അബറേഷൻ ഉണ്ടാക്കി ലിപ്സ് സോഫ്റ്റ് ആക്കുക അല്ല ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, എപ്പോഴും എന്ത് സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞാലും വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്. വീട്ടിൽ നമുക്കൊരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷേ ഈ ഗീ, ഹണി ഒക്കെ നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഹൈഡ്രേറ്റ് ആക്കിയിട്ട് കുറച്ച് പിഗ്മെന്റേഷൻ കുറഞ്ഞതായിട്ട് അപ്പിയർ ചെയ്യും. അല്ലാതെ പിഗ്മെന്റേഷൻ മാറ്റണമെങ്കിൽ അതിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ എടുക്കണം. സോ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് കെമിക്കൽ പീൽസ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും അവൈലബിൾ ആണ്. കെമിക്കൽ പീൽസ് ഒരു 8 to 10 സെഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് പിങ്ക് ആയിട്ട് മാറ്റാൻ കഴിയും. അതേപോലെ തന്നെ ND-YAG ലേസർ അവൈലബിൾ ആണ്. ലേസർ ട്രീറ്റ്മെന്റ്സ് ഒരു 6 to 8 സെഷൻസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ലിപ്സ് നല്ല ഡീപിഗ്മെന്റഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പിയർ ചെയ്യും. അതേപോലെ നല്ല ഡാർക്ക് ലിപ്സ് ജനറ്റിക്കലി, അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് സ്കിൻ കളർ ആണ്, നമുക്ക് പിങ്ക് ലിപ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലിപ് ബ്ലഷിംഗ്. അത് പല കോസ്മെറ്റിക് സെന്റേഴ്സിലും അവൈലബിൾ ആണ്. അതൊരു സോർട്ട് ഓഫ് ടാറ്റൂയിങ് ആണ്. സോ നമുക്ക് അതുകൊണ്ട് ഒരു പിങ്ക് കളർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ലിപ് ഫില്ലേഴ്സ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ലിപ്സിന്റെ സൈസും ഷേപ്പും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ലിപ് ഫില്ലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫില്ലേഴ്സ് ഉണ്ട്. ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫില്ലർ ഉണ്ട്. അത് ആക്ച്വലി ലിപ്സ് സൈസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരത്തില്ല, ചെറിയൊരു പ്ലംപിംഗ് എഫക്ട് മാത്രമേ കാണുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. സോ ഹൈഡ്രേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് ഒന്നുകൂടെ ഡീപിഗ്മെന്റഡ് ആയിട്ട് അപ്പിയർ ചെയ്യാൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു പ്രോപ്പർ ലിപ് കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം.
നല്ല ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്സിൽ നിന്ന് ഏതെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രോഡക്റ്റ് ലിങ്ക്സ് ഞാൻ താഴെ പിൻ ചെയ്തേക്കാം. സോ ഐ ഹോപ്പ് യു ഓൾ ലൈക്ഡ് മൈ വീഡിയോ ആൻഡ് ദിസ് ഇസ് വെരി ഇൻഫോർമേറ്റീവ് ഫോർ യു. സോ ഇനിയും ഫർദർ ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.